കുറച്ച് കാലമായിട്ട് എൻ്റെ യൂട്യൂബിൽ വന്നിട്ട് മോശമായിട്ട് കമൻ്റ് ഇടുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നു, NKV ബഡീസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഒരുപാട് പോസ്റ്റിലും ലൈവിലും താഴെ വന്നിട്ട് അല്ലെങ്കിൽ കമൻറ്റിലൊക്കെ വന്നിട്ട് വളരെ മോശമായിട്ട് കമൻ്റ് ഇട്ടിട്ട് പോകുന്നുണ്ട്. ഞാൻ പിന്നെ ഒരുപാട് വട്ടമായിട്ട് വെറുതെ വിട്ടതാണ്, ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകണ്ട എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇവന് ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇവനെ കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇവനെ കണ്ടുപിടിച്ച് വന്നപ്പോൾ ഇവൻ്റെ പേര് യാക്കൂബാണ്. യാക്കൂബ്, കാഞ്ഞങ്ങാട്, ഒഴിഞ്ഞ വളപ്പിൽ. അവൻ്റെ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, നോക്കി നോക്കട്ടോ. കണ്ടില്ലേ, ഫോട്ടോ കണ്ടില്ലേ? ഇതാണ് യാക്കൂബ്. ഈ NKV ബഡീസ് എന്ന് പറഞ്ഞ ഐഡിയയിൽ വന്നിട്ട് മോശമായിട്ട്. അപ്പോൾ ഇവൻ വാദിക്കുന്ന വാദം എന്താണെന്ന് വെച്ചാൽ, ഇവൻ കമൻ്റ് ഇടുന്നത് ഇവൻ്റെ ഐഡിയിൽ നിന്നല്ലേ എന്നാണ് ഇവൻ ചോദിക്കുന്നത്. അല്ല യാക്കൂബ്, എനിക്ക് എന്നോടൊരു കാര്യം, ഈ കമൻ്റ് ഇടായിരിക്കും, അതൊക്കെ എൻ്റെ ഇഷ്ടം. അത് ആരാൻ്റെ പോസ്റ്റിൽ വന്നിട്ട് ഇടുമ്പോൾ സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റും കാര്യങ്ങളും കമൻ്റ് ഇടുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു, തിരിച്ച് അതേപോലെ തന്തക്കും തള്ളക്കും നല്ലോണം പറയും. കേട്ടില്ലേ? 2-3 വട്ടമായിട്ട് തന്തക്കും തള്ളക്കും നന്നായിട്ട് കേട്ടില്ലേ? ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, എന്നെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ബാഡായിട്ട് കമൻ്റ് വലിയ പാടൊന്നുമില്ല. ഇപ്പം ഈ മലപ്പുറം തിരൂർ കിടക്കുന്ന എനിക്ക്, അതായത് ഈ കാഞ്ഞങ്ങാട് ഒഴിഞ്ഞ വളപ്പിൽ ഭാഗത്ത് നിൽക്കുന്ന എൻ്റെ ഷോപ്പടക്കം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ വലിയ സമയമൊന്നുമില്ല. എൻ്റെ നമ്പർ ഞാൻ കണ്ടുപിടിച്ച്. ഇനി എനിക്ക് എന്നോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഈ കമൻ്റ് ഇടണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഉമ്മാനെ കെട്ടിച്ച പോലത്തെ കമൻ്റ് ഇട്ട് എൻ്റെ ഐഡിയയിലൊക്കെ വന്ന് കയറിയത്. മോനെ, പുന്നാര മോനെ യാക്കൂബ്, അടിച്ചെൻ്റെ തല ഞാൻ കൊയ്ക്കും ഉള്ളത് ഞാൻ പറഞ്ഞു. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിങ്ങാണ്. പിന്നെ ഞാൻ നല്ല തെറി പറഞ്ഞതും തന്തക്കും തള്ളക്കും പിടിച്ചതൊന്നും ഞാനിപ്പോൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. തൽക്കാലത്തിൽ അവസാനമായിട്ട് ഞാനിത് സംസാരിച്ചത് മാത്രമേ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ നാട്ടിലുള്ള എല്ലാ ഗ്രൂപ്പുകൾക്കും ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ ഇനി കമൻ്റ് ഇടുമ്പോൾ കാക്കാൻ്റെ കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് എൻ്റെ മോന്ത കാണാൻ ഇസ്തിരിപ്പെട്ടിട്ട് കുണ്ടൻ ലുക്കാണുള്ളത് ഞാൻ പറഞ്ഞുതരാമല്ലോ. നമ്മളെ നാട്ടിലുണ്ട്, ഇവിടെ തിരൂർ സ്റ്റാൻഡിലും കുറ്റിപ്പുറം സ്റ്റാൻഡിലും കോഴിക്കോടൊക്കെ മീശൊക്കെ വടിച്ച് താടിയൊക്കെ വടിച്ച് കുണ്ടന്മാർ നിൽക്കും. അതുപോലെ ഉണ്ട് ഉള്ളത് പറയാമല്ലോ. എൻ്റെ ഫോട്ടോ നോക്കിയിട്ട് നോക്കാൻ കഴിയും. ശരിക്കൊരു കുണ്ടൻ ലുക്കില്ലേ, ശരിക്കൊരു 9ൻ്റെ ലുക്കിൽ, അരേ ലീലാമണി ആ ലുക്കില്ലേ? ഈ ആണോ ഈ മോശമായിട്ട് കമൻ്റ് ഇടുന്ന സമയത്ത്? എന്തിനും പിന്നെ എൻ്റെ ഫോട്ടോ ഇട്ട സമയത്ത് ഈ കിടന്ന് ഒലമ്പിയിരുന്ന് അതെൻ്റെ ഫോട്ടോ അല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ ഫോട്ടോ. എടാ മൊയൻ്റെ, ഈ ലൈവ് ഓണാക്കിയിട്ട് ഈ എന്നതിന് വർത്തമാനം പറയുന്ന അതിൽ തന്നെ ഉണ്ട്. പിന്നെ ഈ സംസാരിക്കുന്ന റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട്, അതിൽ ലൈവിൽ സംസാരിക്കുന്നതും ഉണ്ട്. എന്നിട്ട് ഈ അല്ല എന്ന് പറയാൻ ചങ്കൂറ്റൊക്കെ പോയോ? ഒന്നാമത് ഈ മീശൊക്കെ പഠിച്ച എന്നെപ്പോലത്തെ ഈ കുണ്ടൻ ലുക്കുള്ളവർക്ക് ചങ്കൂറ്റ ഉണ്ടാവില്ല. പിന്നെ ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞാൽ, എന്നെ ആരാ പറഞ്ഞയച്ച അതും കൂടി പറഞ്ഞാൽ, ഈ കാഞ്ഞങ്ങാടുന്ന എന്നെ കമൻ്റ് ഇടാൻ പറഞ്ഞയച്ചവൻ ആരാ? ഇനി അവളാണോ അവനാണോ അതാരോ ആയിക്കോട്ടെ. ഇപ്പം ഈ നാറുന്ന ഈ അല്ലേ, ഇനിയിപ്പോൾ എൻ്റെ ഇൻസ്റ്റയിലിടും, യൂട്യൂബിലിടും, എൻ്റെ നാട് മൊത്തം ഷെയറാവും. മനസ്സിലായോ? ഞാൻ അതൊരു ട്രോള് പോലെ തന്നെ ആക്കും. ഇത് എനിക്കുള്ളൊരു എക്സാമ്പിൾ മാത്രമേ. ഇനി ബാഡായിട്ട് കമൻ്റ് ഇട്ട് വരുന്ന എല്ലാ ഐഡിയയിലുള്ള എല്ലാവർക്കും കൂടി ബാധകമാണ്. കാരണം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ നിശാൽ അത് കണ്ടുപിടിച്ചില്ല. മനസ്സിലായ? പോട്ടെ യാക്കൂബ് മോനെ, എനിക്ക് കമൻ്റ് ഇടുന്ന താല്പര്യമല്ലേ, വന്ന് ഇടണം കേട്ടോ. ഇങ്ങനെ ഇട്ടാലേ നമുക്ക് എൻ്റെ നമ്പറിലൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും ഇടണം. ബാക്കി നമുക്ക് ലീഗലായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം. ഓക്കെ? ഈ എത്ര കാലം മുന്നേ ഈ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടോ, എത്ര മെസ്സേജ് അയച്ചിട്ടുണ്ടോ ബാഡായിട്ട്, അതെല്ലാം സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇനി അതായിട്ടുണ്ടാക്കാം. പിന്നെ എനിക്ക് കമൻ്റ് ഇടുന്ന എൻ്റെ ഐഡിയയിൽ എടാ ഈ ബുദ്ധിയില്ലേ, നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിയില്ലേ? എൻ്റെ ഐഡിയിൽ നിന്ന് എനിക്ക് കമൻ്റ് ഇട്ടോ, ആ എൻ്റെ ഐഡിയിൽ നിന്ന് കമൻ്റ് ഇടുന്നത് ആരാൻ്റെ പോസ്റ്റിലാണ്. അപ്പോൾ ആരാൻ്റെ പോസ്റ്റിലുള്ള ആ ഐഡിൻ്റെ ആൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള എനിക്ക് വല്ല ധാരണയുണ്ടോ? ഇപ്പോൾ മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുന്നതെന്നുള്ളത്? കാരണം ഒളിഞ്ഞും ഭാഗത്തു നിന്ന് പോയി എന്നെപ്പോലെ ആണും പെണ്ണും കേട്ട ഹിജറകൾക്ക് മുന്നിൽ നിന്ന് തന്നെ മറുപടി തരും. മനസ്സിലായല്ലോ യാക്കൂബ് മോനെ? ഇപ്പം എൻ്റെ മോന്ത കാണണം, നമ്പർ കണ്ടുപിടിച്ചപ്പോൾ തന്നെ എൻ്റെ മോന്തൊന്ന് കാണണം. അതിനുള്ളൊരു ലാസ്റ്റ് ഒരു ഫോട്ടോ കൂടി ഉണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കണം കേട്ടോ മോനെ. യാക്കൂബ് കുണ്ട മിണ്ടാണ്ടിരിക്കുന്നത് എന്താ കാര്യം? ചീത്ത വിളിക്കാനുള്ള രസം കേൾക്കാൻ വിളിക്കുന്നില്ല. വിളിക്കുന്നുണ്ടല്ലോ, ചീത്ത വിളിക്കാനൊക്കെ ആവുന്നല്ലോ എന്റെ യാക്കൂബേ. ഈ എന്താ കമന്റ് ഇട്ട് പോയാലോ പൊക്കൂല. യൂട്യൂബ് എന്റെ വാപ്പനെ നെഞ്ചത്ത് പോയിട്ടിടാ. മനസ്സിലായല്ലോ? അത് എന്തേലും വന്നല്ല കിടത്തണം. ഈ എന്താ വിചാരിച്ച എന്നെ പൊക്കാൻ പറ്റില്ല വിചാരിച്ച, എന്നെ പൊക്കാൻ പറ്റില്ല വിചാരിച്ച അമ്മായി.
ഇല്ലാടാ നീ പൊക്കാറുണ്ട് ഞാനവിടെ ഒച്ചിരുന്ന സ്വന്തം ഐഡിയ ഞാൻ പൊക്കാൻ ഇല്ലടാ സ്വന്തം ഐഡിയ ഞാൻ കമന്റ് ഇടുന്നത് എടാ പൊക്കണ്ടേ പിന്നെ എടാ എടാ ഓ മോനെ 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 ഇതെന്താ വിചാരിച്ചു കാഞ്ഞങ്ങാട് ഒഴിഞ്ഞ വളപ്പിൽ അവിടെ ഇരുന്നിട്ട് മാറി നിന്നിട്ട് അന്നെ കിട്ടില്ല ഇജ്ജ് കമന്റ് ഇടാണ് ഞാൻ പറഞ്ഞില്ലല്ലോ പ്രതികരിക്കുമ്പോ ഞാൻ എങ്ങനെ നിന്റെ സംസ്കാരാണ് നീ പറയുന്നത് നീ ചീത്ത വിളിച്ചോ നിന്റെ സംസ്കാരാണ് നീ കൊടുക്കണ്ടേ മനസ്സിലാക്കണം അതുകൊണ്ട് ഡ്രൈവിംഗ് എന്നെ നിന്റെ എന്നെ ഈ കമന്റ് മാത്രമല്ല 16 യൂട്യൂബിൽ നീ വിളിച്ച തെറിയല ഞാൻ ഇടുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ബാ നമുക്ക് യൂട്യൂബിൽ